വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2024 3 ഇയർ LLBയുടെ റിസൾട്ട് വന്നു. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്രയുണ്ട് റാങ്ക് എന്നൊക്കെ. കഴിഞ്ഞ തവണ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറച്ച് പേരുടെയൊക്കെ റാങ്ക് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ കിട്ടാഡ്സ് റിവ്യൂവിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ SC/ST ക്ലെയിം ചെയ്തിട്ടുള്ളവരുടെ ക്ലെയിം അവിടെ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസാണ് കിട്ടാഡ്സിൻ്റെ ഓഫീസ്. അപ്പോൾ അവരാണ് ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അവർക്ക് ആ ഒരു SC/ST ക്ലെയിം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം നിങ്ങൾ അതിനനുസരിച്ചല്ലേ ഫീസ് അടച്ചേക്കുന്നത്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസാണ് കേട്ടോ. അപ്പോൾ അവിടുന്നാണ് അത് പറയുന്നത്. അപ്പോൾ അവരത് ജസ്റ്റ് വെരിഫൈ ചെയ്ത് റിവ്യൂ ചെയ്തതിന് ശേഷം ഓക്കെ പറയും. അങ്ങനെയുള്ളവരുടെ റിസൾട്ട് പുതിയത് പ്രൊവിഷണൽ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് അപ്ഡേറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്ഡേറ്റ് ആയിട്ടുണ്ട്, കുറേ പേരുടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേര് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട്. ആ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുള്ളവർക്ക് മെമ്മോ വന്നിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റ് പോർട്ടലിൽ. അപ്പോൾ നിങ്ങളുടെ ആ മെമ്മോ വന്ന സ്ഥലത്ത് എന്താണോ നിങ്ങൾക്ക് അവിടെ ഡിഫക്റ്റ് പറഞ്ഞത് അത് നിങ്ങളവിടെ ആ ഒരു കറക്റ്റ് സാധനം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക, നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ മെമ്മോയിൽ ആദ്യം ഡിഫക്റ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലൈവ് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഇതായിരുന്നു, ഒന്ന് കിട്ടാഡ്സ് റിവ്യൂ വന്നാൽ എന്താണെന്നുള്ളത്. SC/ST ക്ലെയിംസ് വരുന്നവർക്ക് അത് ഓക്കെ ആണോ എന്ന് നോക്കാനായിട്ട് കിട്ടാഡ്സിൻ്റെ ഓഫീസിലാണ് നോക്കുന്നത്. അപ്പോൾ അത് ഓക്കെ ആണ് എങ്കിൽ ഓൾറെഡി അപ്ഡേറ്റ് ആയിക്കോളും. ഇപ്പോൾ പുതിയത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇതേ കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, എന്തിനാ ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോരോ റിസർവ്ഡ് കാറ്റഗറി അണ്ടറിൽ വെച്ചവരാ. ഈഴവ, EWS ഇങ്ങനെ ഓരോ കാറ്റഗറി അണ്ടറിൽ വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഈഴവ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഈഴവ കാറ്റഗറിയിൽ ഇപ്പോൾ 66ാമത് റാങ്ക് കിട്ടിയ ആൾ, സ്റ്റേറ്റ് മെറിറ്റിൽ 66 റാങ്കാണ്. പക്ഷേ ഈഴവ കാറ്റഗറിയിൽ നിങ്ങളുടെ പേര് കിടക്കുന്ന ഒന്നാമതാണെങ്കിൽ നിങ്ങൾക്ക് ഈഴവ കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്കാണ്. സോ അപ്പോൾ ഈഴവ കാറ്റഗറിയിൽ നിന്ന് കുറച്ച് പിള്ളേരെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എന്ത് ചെയ്യും, റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും എടുക്കണമല്ലോ സീറ്റ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും എടുക്കും. ഫസ്റ്റ് റാങ്ക് ഈഴവ കാറ്റഗറിയിൽ നിന്ന് കിട്ടിയ കുട്ടിയാന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ എടുത്തിരിക്കും. സോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി വൈസുള്ള റാങ്കും സീരിയൽ നമ്പർ നോക്കിയാൽ മതി. അപ്പോൾ ടോപ്പ് വന്നിട്ടുള്ള ആളാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക്, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. സെക്കൻഡ് ആ സീരിയൽ നമ്പർ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് റാങ്കാണ് ആ കാറ്റഗറിയിൽ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കുക. ആൻഡ് ഓൾസോ കാറ്റഗറി ലിസ്റ്റൊക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്ന്. പിന്നെ സ്പോർട്സ് കോട്ടയുടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു കാറ്റഗറി, ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ നിങ്ങൾ ആ സ്പോർട്സ് കോട്ടയുടെ കാറ്റഗറി നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. വരുമ്പോൾ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രൊവിഷണൽ കാറ്റഗറി ലിസ്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടില്ല, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടും റിസർവേഷന് ക്ലെയിം ചെയ്തിട്ടും നിങ്ങൾക്ക് അവിടെ വന്നിട്ടില്ല, കാറ്റഗറിയിൽ വന്നിട്ടില്ല എങ്കിൽ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ ഡിഫക്റ്റ് മെമ്മോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇതായിരുന്നു ഡൗട്ടുകൾ. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് കുറച്ച് പേര് ചോദിച്ച് ഞാൻ കണ്ടിരുന്നത്, എത്ര റാങ്ക് വരെ വന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം 311 ടോപ്പ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 200 എബോ ഉണ്ട് എങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് എന്തായാലും ഗവൺമെൻറ് ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ നിങ്ങളുടെ റിസർവേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ചെക്ക് ചെയ്ത് നോക്കാം. റാങ്ക് അനാലിസിസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ മാർക്കിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം 360 600 അപ്പോൾ സോ ഇത്തവണ 360 നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു കഴിഞ്ഞ വർഷത്തെ റാങ്ക് നോക്കിക്കോ. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ എത്ര റാങ്ക് വരെ വന്നവർക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ റാങ്ക് ഉള്ളവർക്കൊക്കെ ആയിരിക്കും ഇത്തവണയും ഏറെക്കുറെ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് ലാസ്റ്റ് റാങ്ക് എത്രയാണ് എടുത്തതെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഈഴവ കാറ്റഗറിയിൽ നിന്ന് എത്രയാണ് ലാസ്റ്റ് റാങ്ക് എടുത്തതെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് റാങ്ക് എടുത്തതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏറെക്കുറെ എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയാൻ പറ്റും, ആ ഒരു സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. പിന്നെ ഒട്ടും പേടിക്കേണ്ട, റാങ്ക് കുറഞ്ഞു പോയവരൊന്നും നിങ്ങൾക്കും ഈ പറയുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്. ഓരോ കോളേജസിലേക്ക് സ്പോട്ട് വിളിക്കും കേട്ടോ. അപ്പോൾ സ്പോട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഏത് കോളേജിലാണ് സ്പോട്ടിൽ ചേരാൻ താല്പര്യം. പ്രൈവറ്റ് ലോ കോളേജസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് സ്പോട്ടിന് ചേരാൻ താല്പര്യം നിങ്ങൾ അവിടെ സ്പോട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങനെ ചേരാം. ഇപ്പോൾ സ്പോട്ട് ഒന്നും വരില്ല, നിങ്ങൾ ഇപ്പോഴേ അന്വേഷിക്കാൻ പോവണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ടൈം വരും. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചേച്ചി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാം ചെയ്യേണ്ടത് എന്നൊക്കെ. പക്ഷെ ഇപ്പോഴല്ല ചെയ്യേണ്ടത്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം പറയും.
ഇന്ന് തൊട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം ഇത്രാം തീയതി വരെ എന്ന് പറയും. ആ ഓപ്ഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഗവൺമെൻറ് ലോ കോളേജും വെക്കാം ഓർഡറിൽ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. പ്രൈവറ്റ് ലോ കോളേജസ് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എല്ലാ കോളേജും ആ ലിസ്റ്റിലുള്ളത് വെക്കണേനും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് ഒക്കെ വെക്കുക കേട്ടോ. അങ്ങനെയാണ് വെക്കേണ്ടത്. നിങ്ങളുടെ റാങ്കും കൂടി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വെക്കുക. റിസർവേഷൻ അറിയാം, റാങ്ക് അറിയാം, കാറ്റഗറി ലിസ്റ്റിലുള്ള റാങ്ക് അറിയാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കോളേജസ് ഓപ്റ്റ് ചെയ്യാൻ നേരത്തെ വെക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റാങ്ക് കുറഞ്ഞവർ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസിൽ കിട്ടും കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെയും പഠിക്കാം. എവിടെ പഠിച്ചാലും നമ്മൾ നല്ല രീതിയിൽ പഠിക്കാം. ഫീസ് കുറവാണ് ഗവൺമെൻറ്റിൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. നിങ്ങൾക്ക് റാങ്കൊക്കെ എത്രയുണ്ട് എന്നൊക്കെ വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആരും വിഷമിക്കേണ്ട. ഇനി കുറച്ച് പേരുടെ ഇപ്പോഴും റാങ്ക് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോഴും അവരും എന്താണോ നിങ്ങളുടെ ഡിഫക്റ്റ് ഉണ്ടായിരുന്നത് അത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ ഇൻഎലിജിബിൾ എന്നാണ് കാണിച്ചേക്കണേ. ഇൻഎലിജിബിൾ എന്ന് കാണിച്ചേക്കണേ 36 മാർക്ക് കിട്ടാത്തവരാണ് കേട്ടോ. 10% മാർക്ക് വേണം. 36 മാർക്ക് കിട്ടി ആ എക്സാം പാസ്സാവാത്തവർക്കാണ് ഇൻഎലിജിബിൾ എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മേജർ ഡൗട്ട്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമ്മീഷൻ ഓഫ് എൻട്രൻസിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ചിലർ പറഞ്ഞു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയ നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറും കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറും കോൺടാക്ട് ചെയ്ത് നോക്കി അവർ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. എപ്പോൾ വിളിച്ചാലും എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് നോക്കാവുന്നതാണ്. അത് ക്ലാരിഫൈ ചെയ്യാം. എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. 5 ഇയർ LLBയുടെ അടുത്ത ആഴ്ചത്തേക്ക് വരുമായിരിക്കും കേട്ടോ. ഓണം കഴിയുമ്പോഴേക്കായിരിക്കും ചിലപ്പോൾ വരുമായിരിക്കും. ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സും മേ ബി ആഫ്റ്റർ ഓണം ഉണ്ടാകുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ അപ്ഡേറ്റ് ഒന്നുമില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഡൗട്ട്സ് എന്ന് വിചാരിക്കുന്നു. റാങ്ക് അനാലിസിസിൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. എത്രയുണ്ട്, എത്ര റാങ്ക് വരെ വന്നവർക്കാണ് ഓരോ കാറ്റഗറിയിലും കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ആ ഒരു ധാരണ കിട്ടും ഏത് രീതിയിലാണ് വരുന്നതെന്നൊക്കെ ഉള്ളത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് അടുത്ത പ്രോസസ്സ് എന്താണ്. റാങ്കൊക്കെ വന്നു കഴിഞ്ഞു, ഇനി അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള പ്രോസസ്സൊക്കെയാണ്. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള ടൈം വരുമ്പോൾ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള സ്റ്റെപ്സ് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിൻ ചെയ്യാം. നിങ്ങൾക്ക് അതും കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ടൈം വരുമ്പോഴും ഞാൻ പറയാം. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. മാർക്ക് കുറഞ്ഞവർക്കും നിങ്ങൾക്ക് കോളേജസിൽ അഡ്മിഷൻ കിട്ടും. മോപ്പപ്പ്, സ്ട്രേ വേക്കൻസി ഒക്കെ ഉണ്ട്. 1-2 മോപ്പപ്പ് ഒക്കെ വരും നിങ്ങളുടെ ആ ഒരു വേക്കൻസി അനുസരിച്ച്. ആരും ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ ഓണം സെലിബ്രേഷനൊക്കെ നടത്തുക. ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. എനിക്കും ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാഞ്ഞത് കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വന്ന് വീഡിയോ ഇട്ടതാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ നല്ലോണം ആഘോഷിക്കുക കേട്ടോ. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈം വരുമ്പോൾ ഞാൻ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. ഹാപ്പി ഓണം. Thank you for watching.